ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ടെൻഷൻ ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു റെസിപ്പി എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബേക്കിംഗ് ടിൻ ഒന്ന് റെഡിയാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം റൗണ്ടിലും മുറിച്ച് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് ടിൻ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഒരു അരപ്പിയിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണ്. ഈ ഒരു കപ്പ് 250 ml ആണ്. അടുത്തതായിട്ടൊരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡ്സൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. അതുപോലെ വിസ്ക് വെച്ചിട്ടാണെങ്കിലും മിക്സിയുടെ ജാറിലാണെങ്കിലും നല്ല ഡ്രൈ ആയിട്ടിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ മുട്ട നന്നായിട്ട് നമുക്ക് പതഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി ബീറ്റർ വെച്ചിട്ട് ആദ്യം ലോ സ്പീഡിൽ മുട്ട ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. ഒന്നിച്ചല്ല, ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയും പഞ്ചസാരയും ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ നമുക്കൊരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു മിക്സിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ മാത്രം കേക്കിലേക്ക് ഉപയോഗിക്കരുത്. അടുത്തതായിട്ട് ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ലോ സ്പീഡിൽ പാലും എണ്ണയും മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ചെയ്യാനായിട്ട് പാടില്ല. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത OTG ഓവനിൽ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ് പാനിലും ബേക്ക് ചെയ്തെടുക്കാം. ഇനി എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ കേക്ക് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ 100% സക്സസ് ആവട്ടെ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ നിങ്ങളെ ഈ ഒരു കേക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായ മന്ന കിച്ചണിൽ ജോയിൻ ചെയ്യാനും മന്ന ഹോം മെയ്ഡ് കേക്ക്സ് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിൻ്റെ 2ൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.